നേരെ ഇറക്കിയിരിക്കുന്നത് ഡി ബിയിലേക്കാണ്. അപ്പോൾ ഈ ഡി ബിയുടെ സെക്ഷൻ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് ഞാൻ ഡി ബി സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇലക്ട്രിക്കൽ പൈപ്പ് ലൈൻ അടിച്ചതിൻ്റെ രീതിയാണ് കേട്ടോ. 450 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്ത ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാം 2 പോയിൻ്റ് കാണാം. ഒന്ന് ലൈറ്റിൻ്റെയും അതുപോലെ ഒന്ന് താഴെ കാണുന്നത് ഇത് ബെല്ലിൻ്റെ സ്വിച്ച് ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത് മൊത്തം 3 ലൈനാണ്. 3 പൈപ്പുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒക്കെ ഹോൾ ബിറ്റ് അടിച്ചിട്ടാണ് കറക്റ്റായിട്ട് തുളച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ലൈൻ അടിച്ചിരിക്കുന്നത് നേരെ താഴത്തേക്ക് നമ്മൾ കൊണ്ട് ബെൻഡിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഗൈറ്റ് ലാമ്പ് വെക്കാനായിട്ടാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തിട്ടാണ് മീറ്റർ ബോർഡ്. ഇപ്പോൾ ഈ മീറ്റർ ബോർഡ് നമ്മൾ കൺസീൽഡ് ചെയ്തിട്ട് ഇതേ രീതിയിൽ നമ്മൾ പേപ്പറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മാസ്കിൻ ടാപ്പൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ഇറക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ സിറ്റ് ഔട്ടിൽ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഹാളിലോട്ടിൽ വരികയാണെങ്കിൽ ഹാളിലേക്ക് 2 ലൈറ്റ്, ഒരു കോളിംഗ് ബെല്ല്, അതുപോലെ TV ഒക്കെ ഇവിടെ തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് TV-യുടെ സ്വിച്ച് ബോർഡിലേക്ക് ഒന്ന് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ TV വെക്കുന്ന യൂണിറ്റിൻ്റെ അവിടുത്തെ സ്വിച്ച് ബോർഡ്. ഇവിടെ 8-4 വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പ്ലഗ് 2 സ്വിച്ചും വയ്ക്കാം. ഇത് ആ ഒരു ബെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേബിളിൻ്റെ ലൈൻ വലിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് നേരെ പുറത്തേക്ക് ഇട്ട് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 25-ൻ്റെ പൈപ്പാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് ലൈനായിട്ട്. ഇതിൻ്റെ താഴെ വെച്ചിരിക്കുന്നത് ഒരു ഇൻവെർട്ടർ പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ 25 പൈപ്പ് ഇട്ടിരിക്കുന്നത്. ഈ രണ്ടാമത്തെ 25 എന്ന് പറയുന്നത് ആ റൂമിൽ നിന്ന് വരുന്ന സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 6-4 വെച്ചിട്ട് ഇതിന്ന് 3 25 നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 25 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു 4-4 വെച്ചിട്ട് ഇതിന് താഴെയായിട്ട് നമ്മൾ ഒരു 25 ഒരു 20 ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു 25 ഒരു 20 ആണ്. അതൊരു 8-6-ൻ്റെ ബോക്സാണ്. ഇത് നമ്മൾ നല്ല രീതിയിൽ പേപ്പറൊക്കെ ഇട്ടിട്ട് നല്ല മാസ്കിൻ ടാപ്പൊക്കെ ഉപയോഗിച്ച് നല്ല കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, കലവയും കാര്യങ്ങളൊന്നും പോവാതിരിക്കാനായിട്ട്. ഇനി ഇവിടെ ഹോൾ ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 2 ലൈൻ പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. ഒന്ന് ലീഡുകൾ ഇറക്കാനും ഒരു സെക്ഷൻ ഇറക്കാനും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ 3 25-ൻ്റെ പൈപ്പ് നമ്മൾ നേരെ ഇറക്കിയിരിക്കുന്നത് ഡി ബിയിലേക്കാണ്. അപ്പോൾ ഈ ഡി ബിയുടെ സെക്ഷൻ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് ഞാൻ ഡി ബി സെറ്റ് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് പൈപ്പ് നല്ല രീതിയിൽ ടൈറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് മാസ്കിൻ ടൈപ്പൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കലവയും വെള്ളമൊന്നും ഉള്ളിലേക്ക് കയറാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു റെഡ് പോയിരിക്കുന്നത് സ്ലീവിൻ്റെ ഉള്ളിൽ കോപ്പറാണ് കേട്ടോ. നമുക്ക് എർത്തിനായിട്ട് നമ്മൾ 10-ൻ്റെ കോപ്പർ ഉള്ളിലിട്ടിട്ടുണ്ട്. അത് നമ്മൾ കൈയോടെ തന്നെ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നേരെ പുറത്തേക്ക് ഇട്ട് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പുറത്തത്തെ ആദ്യത്തെ വീഡിയോയിൽ കാണാൻ പറ്റും. അതുപോലെ ഈ 2 ലൈൻ പോകുന്നത് ഒന്ന് മെയിനും അതുപോലെ കിച്ചണിലേക്ക് പോകുന്ന ലൈനാണ് കേട്ടോ. കിച്ചണിലേക്ക് വേറെ ലൈൻ പോകുന്നുണ്ട്. ഈ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമിലെ സ്വിച്ച് ബോർഡാണ്. ഇത് 4-4 ബോക്സാണ്. കറക്റ്റായിട്ട് ടൈറ്റായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബോക്സിൽ കറക്റ്റായിട്ട് നമ്മൾ ടൈറ്റാക്കി വിട്ടുന്ന ആവശ്യത്തിന് വലിച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈൻ നേരെ നമ്മൾ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ടോപ്പത്തെ ലൈൻ പോകുന്ന നേരെ ആ റൂമിൽ നിന്ന് വരുന്ന സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ ബാത്റൂമിൻ്റെ ഉള്ള ഒരു ലൈറ്റും അതുപോലെ ഒരു എക്സോസ്റ്റ് ഫാനിൻ്റെ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ഒരു ഹീറ്ററും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഏറ്റവും ചിലവ് കുറച്ച് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ റൂമിൽ എന്ന് പറയുന്നത് ഒരു ലൈറ്റ്, ഒരു ഫാന്, ഒരു പ്ലഗ്ഗാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അത് നമ്മൾ നേരെ വരുന്ന ആ 2 പൈപ്പ് വരുന്നത് നേരെ 3 പൈപ്പും ഇതിലേക്ക് വരുത്തിയിരിക്കുന്നു ഈ ജംഗ്ഷനിലേക്ക്. ഈ ജംഗ്ഷനാണ് ബാത്റൂമിലേക്ക്, അതേപോലെ സെക്ഷൻ വരുന്നത് ഫാനിലേക്ക്, അതുപോലെ താഴത്തേക്ക് സ്വിച്ച് ബോർഡിലേക്കൊക്കെ പോയിരിക്കുന്നത്. ഇവിടെ 10-4-ൻ്റെ സ്വിച്ച് ബോർഡ് വെച്ചിരിക്കുന്നു കേട്ടോ. അതുപോലെ 8 മോഡൽ വെക്കാൻ പറ്റും. ഒരു പ്ലഗ്, ഒരു ഡിമ്മർ, ഒരു സ്വിച്ച്, അതുപോലെ ഒരു ഡമ്മിയും വെക്കാൻ പറ്റും. അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഇത് ഫാനിൻ്റെ ഹുക്കും അതേപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ, കൺസീൽഡായിട്ട്. അപ്പോൾ പിന്നെ അതിന് ജംഗ്ഷൻ വെക്കേണ്ട ആവശ്യമില്ല. അതാണ് ഹാളിൽ അടിച്ചിരിക്കുന്ന പൈപ്പ്. ഇനി നമുക്ക് ഇപ്പുറത്തൊരു റൂമും കൂടിയുണ്ട്. ആ റൂമിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ 2 ലൈറ്റും ഒരു ഫാനും ഒരു പ്ലഗ്ഗുമാണ് കണക്കാക്കിയിരിക്കുന്നത്. നമ്മൾ 2 ലൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 ലൈൻ കണക്കാക്കി എല്ലാം നമ്മൾ ഫുൾ ബെറ്റി കൂടെ തന്നെ ഇട്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയും 10-4 ബോക്സ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒന്ന് 25 ഒരു 20 ഇറക്കിയിട്ടുണ്ട് ലീഡുകൾ കൊണ്ടുവരാനും. അതുപോലെ ഇപ്പുറത്തെ ലൈനിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ 2 ലൈറ്റാണ്. ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഒന്ന് ഓപ്പോസിറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഈ മേലേക്ക് പോകുന്ന സെക്ഷൻ നേരെ ഫാനിലേക്ക് കേട്ടോ. ഫാനിലേക്ക് ഈ ഒരു ഡ്രോപ്പ് മാത്രമേ ഞാൻ ഇറക്കിയിട്ടുള്ളൂ. ഓരോ പൈപ്പ് ഇങ്ങനെ കൊടുക്കാറ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നേരെ കിച്ചണിലായിട്ട് പോവാം. കിച്ചണിലായിട്ട് പോവുകയാണെങ്കിൽ ചെറിയ കിച്ചൺ ആയതുകൊണ്ട് എല്ലാം അതിനുള്ളിൽ തന്നെ നമ്മൾ ഒതുക്കി. ഇവിടെ ഒരു 2 ലൈറ്റ് വെച്ചിരിക്കുന്നു കേട്ടോ. ഒരു ട്യൂബ് ലൈറ്റും ഒരു ഹോൾഡറാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഒരു പ്ലഗും അതുപോലെ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 4-4 കൊടുത്ത് 3 പൈപ്പ് പോകണത് ഒന്ന് നേരെ മെയിൻ മീറ്റർ ബോർഡിലേക്കും, ഒന്ന് ട്യൂബ് ലൈറ്റിലേക്കും, ഒന്ന് പുറത്തേക്ക് ഒരു സ്വിച്ച് ബോർഡിലേക്ക് കേട്ടോ. അപ്പോൾ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് പൈപ്പ് അടിച്ചിട്ടുണ്ട്. ഒന്ന് മെയിൻ ലൈനിൽ കൂടെ കയറി വരേണ്ട വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് പൈപ്പ് അടിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരു പൈപ്പ് നേരെ മീറ്ററിലേക്കും ഒന്ന് നേരെ പുറത്തത്തെ ഒരു പവർ പ്ലഗിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നേരെ അങ്ങനെ അടിച്ചിട്ട് ഇവിടെ 25-ഉം 20-ഉം ഒരു പൈപ്പ് നേരെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഒരു പൈപ്പ് ഇറങ്ങണ നേരെ മോട്ടറിൻ്റെ സ്വിച്ച് ബോർഡിലേക്ക് കേട്ടോ. ഇവിടെ നമ്മൾ 4-4 വെച്ചിട്ട് ഒരു മോട്ടറിൻ്റെ സ്വിച്ച് ബോർഡ് ഇവിടെ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിന്ന് 2 പൈപ്പ് പോകുന്നുള്ളൂ, ഒരു 25 ഒരു 20. ഇത് നേരെ പോയിട്ട് ഇവിടെ ഒരു ജംഗ്ഷൻ വന്നിട്ടുണ്ടാവും. ഈ ജംഗ്ഷനാണ് നമ്മൾ ആ റൂമിൽ നിന്ന് വരുന്ന പൈപ്പും ഈ ജംഗ്ഷനിലോട്ടാണ്. അപ്പോൾ ഈ പോകുന്ന 2 പൈപ്പ് നേരെ ഡി ബിയിലോട്ടാണ് കേട്ടോ.
അപ്പോൾ നേരെ താഴത്തേക്ക് നമ്മളൊരു 8-4 PVC ബോക്സ് അവിടെ വെച്ചിരിക്കുന്ന സ്വിച്ച് ബോർഡായിട്ട് ഈ കിച്ചണത്തെ കൺട്രോളൊക്കെ ചെയ്യാനായിട്ട്. ഈ പുറത്ത് പോകുന്നത് ഒരു ലൈറ്റാണ്. അങ്ങനെ 2-3 ലൈറ്റും ഒരു പ്ലഗ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ലൈനാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഒരു 4-4. അതേപോലെ ഇവിടെ പവർ പ്ലഗും ഒരു പ്ലഗും വയ്ക്കാനായിട്ട് ഒരു 8-4 കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ സ്ലാബിൻ്റെ മേലെയായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ നമ്മൾ എർത്തൊക്കെ നമ്മൾ സ്ലീവിൻ്റെ ഉള്ളിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ മീറ്റർ ബോർഡിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ മീറ്റർ ബോർഡ് നമ്മൾ കുറച്ച് വലിയ മീറ്റർ ബോർഡാണ് വെച്ചിരിക്കുന്നത് സ്മാർട്ട് മീറ്റർ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ മീറ്റർ ബോർഡൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ലൈൻ ഇറങ്ങുന്നത് മോട്ടറിൻ്റെ വയർ കൊണ്ടുപോകാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മീറ്റർ ബോർഡ് കാണാം, കംപ്ലീറ്റ് നമ്മൾ മാസ്കിൻ ടേപ്പ് അടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കലവയോ സിമെൻറ്റോ ഒന്നും കയറാത്ത രീതിയിലാണ് നമ്മളിങ്ങനെ പാക്ക് ചെയ്യാറ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ പിന്നെ ഈ ഒരു കോപ്പർ എന്ന് പറയുന്നത് 10ൻ്റെ കോപ്പർ നമ്മളിത് മീറ്റർ ബോർഡിന് സെപ്പറേറ്റ് ഇറക്കിയിട്ട് കൺസിൽഡായി കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എർത്ത് നമുക്കിവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക കേട്ടോ. താങ്ക്